തിരുവചനം തിരുവചനം. ദൈവത്തിന് സ്തുതി. നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത് വിരുന്ന്, കർത്താവ് നമുക്കായി ഒരുക്കുന്ന വിരുന്നിനെ കുറിച്ചാണ്. നമുക്ക് നമ്മുടെ അമ്മയോട് പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ എന്നും സ്വർഗത്തിൻ്റെ വിരുന്ന് അനുഭവിക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്നും മാതാവിനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 9 പ്രാവശ്യം ഈശോ വിരുന്നിൻ്റെ പശ്ചാത്തലത്തിൽ പഠിപ്പിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ഞാൻ ഓർത്തിട്ടുണ്ട്, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ധ്യാനിച്ചപ്പോൾ ഈ 9 പ്രാവശ്യത്തോളം ഈശോ വിരുന്നിൻ്റെ പശ്ചാത്തലത്തിൽ സംസാരിക്കുവാനുണ്ടായ കാരണം, വിരുന്നിനെ യേശു ഉപമപ്പെടുത്തിയിരിക്കുന്നത് സ്വർഗ രാജ്യത്തോടാണ്. വിരുന്ന് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. വിരുന്നൊരുക്കാത്ത ആരും കാണുകയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ മതങ്ങളിലും വിരുന്നുണ്ട്. എല്ലാ കുടുംബങ്ങളിലും ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള വിരുന്നുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. നമ്മളെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മാമോദീസ തൊട്ട് അങ്ങ് തുടങ്ങിയാൽ മാമോദീസ, ആദ്യ കുർബാന, പിന്നെ വിവാഹം, പട്ടം, ജൂബിലി, ശ്രാദ്ധം എന്ന എല്ലാ മേഖലകളിലും നമ്മൾ വിരുന്നൊരുങ്ങിയിട്ടുണ്ട്. ഈ വിരുന്ന് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈശോ വിരുന്നിൻ്റെ പശ്ചാത്തലത്തിൽ സംസാരിച്ച് വെച്ചത്. വിരുന്നിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ വിരുന്ന് സാഹോദര്യം വർദ്ധിപ്പിക്കാറുണ്ട്, കൂട്ടായ്മ അതിൻ്റെ പുരോഗതിയിൽ ഉയർത്തി കാണിക്കാറുണ്ട്. ഇപ്പോൾ നമ്മളൊരു വിരുന്നൊരുക്കുമ്പം നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ വിളിക്കുന്നത് നമ്മളുമായിട്ട് ചേർന്ന് നിൽക്കുന്നവർ, അല്ലെങ്കിൽ നമ്മളെ സഹായിച്ചിട്ടുള്ളവർ, നമ്മളുടെ സ്നേഹിതർ അല്ലെങ്കിൽ ബന്ധുക്കൾ, ഇങ്ങനെയൊക്കെയുള്ളവരെയാണ് വിരുന്നിലേക്ക് സാധാരണഗതിയിൽ നമ്മൾ വിളിക്കാറ്. ഇനി വിശ്വാസവർഷ ധ്യാനമൊക്കെ നടന്ന ആ കാലയളവിൽ ധ്യാനങ്ങളൊക്കെ കഴിയുമ്പോൾ ധ്യാന ടീമിൻ്റെ വക ഒരു സ്നേഹവിരുന്നും കൂടെ. എന്തിനാണെന്ന് ചോദിച്ചാൽ കൂട്ടായ്മയെ വർദ്ധിപ്പിക്കുവാനായിട്ടുള്ള ഒരു മാർഗമാണ് ഇത്. അപ്പോൾ വിരുന്ന് ഒരു പ്രധാന സംഭവമാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ 14-ാമത്തെ അധ്യായത്തിൽ ഈ വിരുന്നിന് വിളിക്കുന്നവരെക്കുറിച്ചും വരുന്നവരെക്കുറിച്ചുമൊക്കെ ഒത്തിരിയേറെ കാര്യങ്ങൾ ഈശോ അവിടെ പറഞ്ഞു വച്ചിട്ടുണ്ട്. ഈശോ ഫരിസേയ പ്രമാണിയുടെ വീട്ടിൽ വിരുന്നിന് വിളിക്കപ്പെട്ടു. ഈശോ ക്ഷണം സ്വീകരിച്ച് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഈശോ അവരോട് പറയുന്ന 3-2 കാര്യങ്ങളുണ്ട്. ഈ 1-2 കാര്യത്തിൽ പ്രധാനപ്പെട്ട തിരുവചനത്ത് 13-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ്. 14-ാമത്തെ അധ്യായം 13-ാമത്തെ തിരുവെഴുത്തിൽ സദ്യ നടത്തുമ്പോൾ ആരെയൊക്കെ വിളിക്കണം ഈശോ പറയുകയാണ്. നീ ഒരു അത്താഴ വിരുന്നോ സദ്യയോ ഒരുക്കുമ്പോൾ ആരെയൊക്കെ വിളിക്കണമെന്ന് ഈശോ അവിടെ കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. 13-ാമത്തെ തിരുവെഴുത്ത് നമുക്കൊന്ന് കേൾക്കാം. നീ സദ്യ നടത്തുമ്പോൾ ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ എന്നിവരെ കൂടെ ക്ഷണിക്കുക. ഭൗമിക വിരുന്നിൽ നമ്മളെടുക്കുന്ന മനോഭാവങ്ങളും പെരുമാറ്റ രീതികളും സ്വർഗീയ വിരുന്നിലേക്കും കൂടെ ചേരുന്നതായിരിക്കണമെന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. ഈ വികലാംഗരും മുടന്തരും സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിച്ച് മാറ്റി നിർത്തപ്പെട്ടവരാണ്, അല്ലെങ്കിൽ സമുദായത്തിൽ നിന്ന് താഴേക്ക് മാറ്റി വയ്ക്കപ്പെട്ടവരാണ്. അവരെ നമ്മുടെ കൂട്ടായ്മയിൽ നിന്ന് മാറ്റി നിർത്തുവാൻ പാടില്ല. അവരെ കൂടെ മനുഷ്യജീവിതത്തിലേക്ക്, നമ്മുടെ കൂട്ടായ്മയിലേക്ക് ഉൾപ്പെടുത്തണമെന്നാണ് ഈശോ പറഞ്ഞു വെക്കുക. അതുകൊണ്ട് ആരുമില്ലാത്തവരെയും ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്നവരെയും കൂടെ കൂട്ടിവേണം സ്വർഗരാജ്യത്തിലെ വിരുന്നുണ്ണുവാനെന്ന് ഈശോ വളരെ കൃത്യമായും വ്യക്തമായും നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. ഈ വിരുന്നിൻ്റെ പ്രാധാന്യം എല്ലാവരും ഈ വിരുന്നിലേക്ക് വിളിക്കപ്പെട്ടവരാണ് എന്നുള്ളതാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ
22-ാമത്തെ അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങളിൽ മഹാവിരുന്നിൻ്റെ ഉപമയെക്കുറിച്ച് ഈശോടെ പറയുകയാണ്. വലിയൊരു വിരുന്നിനെക്കുറിച്ച്. ആ വിരുന്നിലേക്ക് ഒത്തിരി പേര് ക്ഷണിക്കപ്പെട്ടു. പക്ഷേ വിരുന്നെല്ലാം ഒരുങ്ങി. അതിഥികളെ കൊണ്ട് വിരുന്നുശാല നിറയേണ്ട സമയമായി. പക്ഷേ വിളിക്കപ്പെട്ടവരാരും ആ വിരുന്നിന് എത്തിയില്ല എന്നുള്ളതാണ് പ്രത്യേകത. 24-ാം അധ്യായം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. വിളിക്കപ്പെട്ടവരാരും വരാത്തത് കൊണ്ട് ഈ യജമാനൻ വഴിയോരങ്ങളിലേക്ക് പറഞ്ഞു വിടുകയാണ്. കാണുന്നവരെയൊക്കെ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ വഴിയിൽ കണ്ട സകലമാനം മനുഷ്യരെയും കൂട്ടിക്കൊണ്ട് വിരുന്നിലേക്ക് വരികയാണ്. പ്രിയ സഹോദരങ്ങളെ, കർത്താവിൻ്റെ വിളി, ആ വിളിക്കുന്ന സമയത്ത് ആ വിളി സ്വീകരിക്കുവാൻ, ആമേൻ പറയുവാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് വിളിക്കപ്പെട്ടവർ അധികമാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കമാണ്. വിളി സ്വീകരിച്ച എല്ലാവരും വിരുന്നിന് എത്തണമെന്നില്ല. അതാണ് തിരുവെഴുത്തിൽ നമ്മൾ കാണുന്നത്. അവരൊക്കെ അവരുടേതായ ജീവിതത്തിൻ്റെ ഒഴികഴിവുകളൊക്കെ പറഞ്ഞ് മാറിപ്പോയി. ഞാൻ 2 ജോഡി കാളകളെ വാങ്ങി, എനിക്കത് നിലം ഉഴുതാൻ പോകണം, അല്ലെങ്കിൽ എൻ്റെ വിവാഹം ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. എല്ലാവരും വിളിക്കപ്പെട്ടവരെല്ലാം, പ്രത്യേക വിളി കൊടുത്തവരെല്ലാം ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വിരുന്നിൽ നിന്ന് ഒഴിവായി. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും ഇതൊക്കെ തന്നെയാണ്. കർത്താവിൻ്റെ സ്വരം, കർത്താവിൻ്റെ വിളി നമ്മളിലേക്ക് കടന്നു വരും. അതൊരു പക്ഷേ ആരിലൂടെയുമൊക്കെ ആയിരിക്കാം ഈ വലിയ വിളി നമ്മളെ തേടിയെത്തുന്നത്. ആ വിളിക്ക് നമ്മൾ സഹകരിച്ചില്ലെങ്കിൽ, ആ വിളിയോട് നമ്മൾ ചേർന്ന് നിന്നില്ലെങ്കിൽ നമുക്ക് നഷ്ടമാകുന്നത് സ്വർഗരാജ്യത്തിൻ്റെ വിരുന്നാണ് എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിച്ചു പോകരുത്. ഈ വിരുന്നുണ്ണുവാൻ സകല മനുഷ്യരെയും കർത്താവ് വിളിച്ചിട്ടുണ്ടെന്ന്. പക്ഷേ ഇതിൽ പങ്കുചേരുന്നവർ വളരെ ചുരുക്കമായിട്ടുള്ള ആൾക്കാരാണ്. സ്വർഗരാജ്യത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ, ആ മഹാവിരുന്നിൽ യേശുവിൻ്റെ ഒപ്പം നമ്മൾ പങ്കെടുക്കുമ്പോൾ, ഒരു പക്ഷേ ഈ ഭൂമിയിൽ നമ്മൾ വിചാരിക്കാത്തവരൊക്കെ ആ വിരുന്നിന് അവിടെ കാണാനായിട്ട് സാധ്യതയുണ്ട്. നിങ്ങൾക്ക് മുൻപേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുമെന്ന് ഈശോ പറഞ്ഞിട്ടുള്ളവർ, ചുങ്കക്കാരും വേശ്യകളും ഒക്കെ നിങ്ങൾക്ക് മുൻപേ സ്വർഗരാജ്യം കൈവശപ്പെടുത്തും, അവകാശമാക്കും. അതുകൊണ്ട് ദൈവം നമുക്ക് തരുന്ന ഈ മഹാവിരുന്നിൻ്റെ ഭാഗ്യം അനുഭവിക്കുവാനായി നമുക്ക് സാധിക്കണമെങ്കിൽ ഈ വിളിയോട് നമ്മൾ ചേർന്ന് നിൽക്കുന്നവരായിരിക്കണം. ഈ ഭൂമിയിൽ ആവോളം വിരുന്ന് ആസ്വദിച്ചിട്ടുള്ളവർക്ക് സ്വർഗരാജ്യത്തിൻ്റെ വിരുന്ന് ആസ്വദിക്കണമെന്നുമില്ല, അവരവിടെ എത്തപ്പെടണമെന്നുമില്ല. ഞാനൊരു പുസ്തകത്തിൽ വായിച്ചൊരു കാര്യം ഓർക്കുകയാണ്. ഒരു മറിയാമ്മച്ചേടത്തി ഈ ഭൂമിയിൽ വളരെ സന്തോഷമായിട്ട് സമാധാനമായിട്ട് സുഖത്തിൽ ജീവിച്ച ഒരു സഹോദരി മരിച്ച് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുവാൻ മാലാഖമാർ വന്നു. അങ്ങനെ സ്വർഗത്തിലൂടെ യാത്ര ചെയ്തു പോകുമ്പോൾ ഒരുപാട് നല്ല മനോഹരമായ മാളികകൾ കണ്ടു, വീടുകൾ കണ്ടു. അപ്പോൾ മറിയാമ്മച്ചേടത്ത് ചോദിച്ചു, ഇതാണോ എനിക്കുള്ളത്? മാലാഖ പറഞ്ഞു, ഇതല്ല. അങ്ങനെ ഇവർ സ്വർഗത്തിലൂടെ നടന്ന് സ്വർഗത്തിൻ്റെ ഏറ്റവും അങ്ങേ അറ്റത്തെത്തിക്കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ഒരു ചാർത്ത് പോലെയുള്ളൊരു കുഞ്ഞു വീട് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതാണ് നിനക്കുള്ളത്. അപ്പം ഇങ്ങനെയാണ് ആ ആത്മാവ് പ്രതികരിച്ചത്, മാലാഖയോട് പ്രതികരിച്ചത്. ഞാനിവിടെ എത്തപ്പെടേണ്ടവളല്ല, ഇതിലും വലുത് എനിക്ക് കിട്ടാനുള്ള യോഗ്യതയുണ്ട്. ഉടനെ മാലാഖ വളരെ സ്നേഹത്തോടെ താഴ്മയോടെ പറഞ്ഞു, പക്ഷേ സ്വർഗത്തിലേക്ക് എത്തപ്പെട്ടത് ഇത്രയും നിർമ്മിക്കാനുള്ള നന്മ പ്രവൃത്തികളും സുഹൃതങ്ങളും പുണ്യങ്ങളും മാത്രമേ ഇവിടെ കിട്ടിയിട്ടുള്ളൂ, അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് പ്രവേശിച്ചാലുമെന്ന്. പ്രിയ സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ സമൃദ്ധമായ വിരുന്ന് അനുഭവിച്ച നമുക്ക് സ്വർഗത്തിലെ വിരുന്ന് അനുഭവിക്കുവാൻ വിളി കിട്ടണോ? നമ്മൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യേണ്ടുന്ന ഏറ്റവും നല്ല ഒരു സമയം കൂടിയാണ് ഇത്. ഞാൻ ഓർക്കുകയാണ്, ഞങ്ങളുടെ ഒരു സിസ്റ്ററിൻ്റെ സഹോദരി വിദേശത്ത് പോകാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ റെഡിയാക്കി. അങ്ങനെ 10-15 ലക്ഷം രൂപയോളം ലോൺ എടുത്തും മറ്റുള്ളവരുടെ കയ്യിൽ നിന്നൊക്കെ മേടിച്ചും പറക്കി പോകാനായിട്ട് ഇരിക്കുന്ന ആ അവസരത്തിൽ പെട്ടെന്നാണ് അറിഞ്ഞത് അത് കള്ളമായിരുന്നു, ചതിയായിരുന്നു, അങ്ങോട്ട് എത്തപ്പെടാനായിട്ട് സാധ്യമല്ല എന്ന്. വളരെ സങ്കടമായി, വളരെ നിരാശയിലേക്ക് എന്നവണ്ണം ആ കുടുംബം പോയി. അങ്ങനെയാണ് പ്രാർത്ഥിക്കുവാനായിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവരിക. പ്രിയ സഹോദരങ്ങളെ, 2-3 മണിക്കൂറുകൾ അവരെ ഇരുന്ന് കേട്ടു, പ്രാർത്ഥിച്ചു, ദൈവത്തിന് സന്ദേശം കൊടുത്തു.
എടുത്തു കഴിഞ്ഞപ്പോൾ കർത്താവ് അവരെ ആശ്വസിപ്പിച്ചത് ഇപ്രകാരമാണ്: ഇപ്പോൾ നിങ്ങളുടെ സമയം ആയിട്ടില്ല, അതുകൊണ്ട് ഇതെല്ലാം ഇങ്ങനെ തന്നെ സ്വീകരിക്കാനുള്ള മനസ്സിന് ശക്തിയും ബലവും കിട്ടിക്കോട്ടെ, അല്ലെങ്കിൽ ആ ബലത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോട്ടെ. ഇതാണ് കർത്താവ് നമുക്ക് വെളിപ്പെടുത്തിയ കാര്യം. പ്രിയ സഹോദരങ്ങളെ, ആ ഒരു കർത്താവിൻ്റെ വാക്ക് അവരുടെ ഉള്ളിൽ പതിഞ്ഞ നിമിഷം 15 ലക്ഷം രൂപ പോയാൽ പോട്ടെ, കർത്താവ് അതിലും നല്ലത് എനിക്ക് തരും എന്നുള്ള വിശ്വാസത്തിലേക്ക് അവർ കടന്നു വന്നു. പിന്നീട് മനസ്സിലായി വലിയൊരു ചതിക്കുഴിയിലേക്കായിരുന്നു പോകുമായിരുന്നെങ്കിൽ പോകേണ്ടിയിരുന്നത് എന്ന്. ദൈവം അത് മാറ്റിവെച്ചു. പ്രിയ സഹോദരങ്ങളെ, ദൈവം നമുക്കായി ഒരുക്കുന്ന ഈ വലിയൊരു കൃപയുടെ ഒരു അഭിഷേകമുണ്ടല്ലോ, അത് സ്വീകരിക്കുവാൻ നമ്മളുടെ മനസ്സുകളെ ദൈവത്തിനായി നമ്മൾ ഒരുക്കേണ്ടതായിട്ടുണ്ട്. ഇതിനു വേണ്ടി ദൈവം നമുക്ക്, ഈ വിരുന്നിലേക്ക് ദൈവം നമ്മൾക്ക് തരുന്ന 2 സാധ്യതകൾ: 1 വചനത്തിൻ്റെ വിരുന്ന്, 2 അപ്പത്തിൻ്റെ വിരുന്ന്. ഈ 2 വിരുന്നും തിരുസഭ നമുക്ക് വേണ്ടി വച്ച് വിളമ്പുന്നുണ്ട്. ഈ വിരുന്നിൻ്റെ ആസ്വാദ്യത എപ്രകാരമാണ് അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കുക? വചനത്തിൻ്റെ വിരുന്ന്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ തിരുവചനം: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. വചനം നമുക്കറിയാം, വത്തിക്കാൻ കൗൺസില് യേശുവിൻ്റെ വചനത്തിന്, യേശുവിൻ്റെ ശരീരത്തോട് കാണിക്കുന്ന അതേ ബഹുമാനം തന്നെ, ദിവ്യകാരുണ്യത്തോട് കാണിക്കുന്ന അതേ ഭക്തി തന്നെ തിരുവചനത്തോടും കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദിയിലുണ്ടായ വചനം, ആ വചനത്തിൻ്റെ വിരുന്ന് നമ്മൾ അനുഭവിക്കണം, ആസ്വദിക്കണം. NRCയിൽ ധ്യാനമൊക്കെ നടക്കുന്ന സമയത്ത് ധൂർത്തനായ ഒരു മകൻ ധ്യാനിക്കാനായി കടന്നു വന്നു. വീട്ടിലെ ഏകപുത്രനാണ്, ഇഷ്ടം പോലെ സമ്പത്തുണ്ട്, സാമാന്യം നല്ല ജോലിയുണ്ട്, പക്ഷേ ദൈവത്തിലുള്ള വിശ്വാസമില്ല. കൂട്ടുകാരുടെ കൂടെ ഇങ്ങനെ പോകുന്ന ഒരു അവസ്ഥാവിശേഷം. അങ്ങനെ അപ്പനും അമ്മയും കൂടെ നിർബന്ധിച്ച് ഈ പ്രാർത്ഥനാലയത്തിലേക്ക് എത്തിച്ചതാണ്. ധ്യാനത്തിന് 3-ാമത്തെ ദിവസം ആ വ്യക്തിയുമായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നല്ലൊരു വചന സന്ദേശം കൊടുത്തു. ആ വചന സന്ദേശത്തിലൂടെ ആ വ്യക്തിക്ക് മാനസാന്തരത്തിനുള്ള കൃപ ദൈവം കൊടുക്കുകയാണ്. വചനപ്രകാരമായിരുന്നു: നിൻ്റെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിൻ്റെ ഹൃദയവുമെന്ന്. നിക്ഷേപം എവിടെയാണോ അവിടെയായിരിക്കും നമ്മുടെ ഹൃദയവും. വെള്ളിയാഴ്ച ധ്യാനം കഴിഞ്ഞ് പോകാൻ നേരത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് സ്തുതി പറഞ്ഞിട്ട് പറഞ്ഞു: സിസ്റ്ററേ, ഇത്രയും കാലം, അതായത് ഈ 30 വയസ്സ് പ്രായം ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് എനിക്ക് കിട്ടാത്ത വലിയൊരു സംതൃപ്തി, ഒരു നല്ല വിരുന്ന് ഞാൻ ഉണ്ട ഒരു അനുഭവം എനിക്ക് ഈശോ ഇവിടുന്ന് തന്നു. പ്രിയപ്പെട്ടവരെ, വചന ശുശ്രൂഷയിലൂടെ ഒരുക്കപ്പെടുന്ന വിരുന്ന് ആസ്വദിക്കുവാൻ സാധിക്കുക എന്നുള്ളത് വളരെ ഭാഗ്യമാണ്. ഈ ലോക്ക്ഡൗൺ കാലത്ത് എത്രയോ വ്യക്തികളാണ് ഫോൺ വിളിച്ച് ചോദിക്കുന്നത്: ധ്യാന സെൻറ്റർ തുറന്നോ സിസ്റ്റർ? ധ്യാനം കൂടുവാനാണ്, പ്രാർത്ഥിക്കുവാനാണ്, സാധ്യതകളായോ എന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന എത്രയോ മനുഷ്യരാണ്. ഈ വചനത്തിൻ്റെ വിരുന്നുണ്ണുവാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരുണ്ട്. ഈ ഭൂമിയിൽ കിട്ടാത്തത്ര സംതൃപ്തിയും സമാധാനവും സന്തോഷവുമാണ് പ്രിയപ്പെട്ടവരെ ദൈവം നമുക്കൊരുക്കുന്ന ഈ വചന വിരുന്നിൽ ഉള്ളത്. അതുകൊണ്ട് വചനം നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരേണ്ടതായിട്ടുണ്ട്. ഈ ലോക്ക്ഡൗൺ കാലത്ത് ഒരുപാട് കുടുംബങ്ങൾ, എനിക്ക് തോന്നുന്നു ഒരുപാട് സമർപ്പിതർ, പുരോഹിതർ വിശുദ്ധ ഗ്രന്ഥം ആദ്യ അവസാനം വായിച്ചിട്ടുണ്ട്, ധ്യാനിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദൈവം അതിനു വേണ്ടി നല്ലൊരു അവസരം ഒരുക്കി. ഞാനും വിശുദ്ധ ഗ്രന്ഥം ഈ ലോക്ക്ഡൗൺ കാലത്ത് ഫുള്ളായി വായിച്ചു. എന്തോ ഒരു സന്തോഷം, എന്തൊരു സംതൃപ്തി, എത്ര വലിയൊരു സമാധാനം, എത്ര വലിയൊരു ഉൾക്കാഴ്ചകൾ. എത്ര പ്രാവശ്യം വചനം വായിച്ചാലും ഒരിക്കലും കിട്ടാത്ത രീതിയിലുള്ള ഉൾക്കാഴ്ചകളും അഭിഷേകങ്ങളുമാണ് ഓരോ പ്രാവശ്യവും ഈ വചനത്തിലൂടെ കർത്താവ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. തൻ്റെ ഏകജാതൻ്റെ മഹത്വം ദർശിക്കുവാൻ ഈ വചനവിരുന്നിന് സാധിക്കുകയാണ്. അതുകൊണ്ട് കർത്താവ് നമ്മളെ വിളിക്കുന്ന വിളിയുടെ ശബ്ദം കേട്ട് ഈ വചനവിരുന്ന് പ്രിയ സഹോദരന്മാരെ നമുക്ക് അനുഭവിക്കണം, നമുക്ക് ആസ്വദിക്കണം. ഈ വചനത്തിൻ്റെ വിരുന്നിന് നമ്മളെ സുഖപ്പെടുത്തുവാനായിട്ടുള്ള ശക്തിയുണ്ട്. മാനസാന്തരത്തിലേക്ക് നമ്മളെ നയിക്കുവാനായിട്ടുള്ള കൃപയുണ്ട്. അസമാധാനത്തിൽ കഴിയുന്നവർക്ക് സമാധാനമായിരിക്കുവാനായിട്ടുള്ള വലിയൊരു ശക്തി ഈ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്, ഈ വചനവിരുന്നിലുണ്ട്. വചനം വായിച്ച്, വചനം ധ്യാനിച്ച്, വചനം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കണം. എഴുത്തും വായനയും അറിയത്തില്ലാത്തവർ
പ്രാർത്ഥിച്ച് വചനം മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് മനഃപ്പാഠമാക്കി വചനം പറയുന്ന എത്രയോ മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്. വാസ്തവത്തിൽ ഒരു സ്പെഷ്യൽ വിളിയാണത്. കർത്താവ് കൊടുക്കുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അനോയിൻറ്റിംഗ് ആണ് എന്നത് നമുക്ക് പറയുവാൻ സാധിക്കും. എല്ലാ ഭവനങ്ങളിലും വചനവിരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരുപാട് ഭവനങ്ങളിൽ കുരിശുവരയുടെയൊക്കെ സമയത്ത് വചനം വായിക്കുന്നവരുണ്ട്. വചനം പരസ്പരം വീടുകൾക്കിടെ ഇരുന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. ഇല്ലെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനം ചോദിക്കുന്നവരുണ്ട്. വചനത്തിൻ്റെ പരീക്ഷ ഇടുന്നവരുണ്ട്. ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഈ വചനത്തിൻ്റെ വിരുന്ന് ഉണ്ണുന്ന അനേകം മനുഷ്യരുണ്ട്. അപ്പോൾ സഭാമാതാവ് ഈ വചന ശുശ്രൂഷ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഈ സ്വർഗരാജ്യത്തിലെ വിരുന്നിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ മനോഭാവങ്ങളിൽ, നമ്മുടെ പെരുമാറ്റങ്ങളിൽ, നമ്മുടെ ചിന്തകളിലൊക്കെ മാറ്റം സംഭവിക്കുവാൻ, അല്ലെങ്കിൽ മാറ്റത്തിന് നമ്മൾ വിധേയരാകുവാൻ ഈ തിരുവെഴുത്ത് നമ്മളെ ഏറെ സഹായിക്കുകയാണ്. എത്രയോ മാനസാന്തരങ്ങളാണ് തിരുവചന ശ്രവണത്തിലൂടെ നടന്നിട്ടുള്ളത്. വചനം കേട്ട്, വചനം അനുഭവിച്ച് ജീവിതത്തെ മുഴുവനുമായും മാറ്റിയിട്ടുള്ള മനുഷ്യർ, ഒരുപാട് മനുഷ്യരുണ്ട്. ഈശോയെ അവരവിടെ ആ വചനത്തിലൂടെ തന്നെ രക്ഷകനായി, നാഥനായി, കർത്താവായി സ്വീകരിക്കുകയാണ്. അതുകൊണ്ട് വചനത്തിൻ്റെ വിരുന്ന് അനുഭവിക്കുവാൻ വിളി കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അപ്പത്തിൻ്റെ വിരുന്ന്. വചനമേശ കഴിഞ്ഞു, രണ്ടാമത് അപ്പത്തിൻ്റെ മേശയിൽ നമുക്ക് കിട്ടുന്ന വിരുന്ന്, ദിവ്യകാരുണ്യം. സ്വർഗത്തിൽ നിന്നും ഇറക്കപ്പെട്ട ഈ ജീവനുള്ള അപ്പം എന്നെ അനുഗ്രഹിക്കുവാൻ, ഈ ലോകത്തെ അനുഗ്രഹിക്കുവാൻ മതിയായതാണ്. രണ്ടാമത്തെ വിരുന്നെന്ന് പറയുന്നത് അപ്പത്തിൻ്റെ വിരുന്നാണ്, ദിവ്യകാരുണ്യത്തിൻ്റെ വിരുന്ന്. ഈ വിരുന്ന് എൻ്റെ മോചനദ്രവ്യമാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരാൾക്ക് അത് ഉൾക്കൊള്ളുവാൻ, ഉണ്ണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് ജീവനുള്ള ഈ അപ്പം എൻ്റെ ആത്മാവിന്, എൻ്റെ ശരീരത്തിന്, എൻ്റെ ജീവിതത്തിന് മൊത്തം ജീവൻ തരുന്നതാണ്. നമുക്കറിയാം അനേക വിശുദ്ധരുണ്ട്. വിശുദ്ധമായ ജീവിതം നയിച്ച വിശുദ്ധർ ദിവ്യകാരുണ്യം മാത്രം അനുഭവിച്ച് ഉൾക്കൊണ്ട് വിശുദ്ധരായി തീർന്നിട്ടുള്ള അനേകം മനുഷ്യരുണ്ട്. വിശുദ്ധരുടെയൊക്കെ പുസ്തകങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം അവരുടെയൊക്കെ അനുദിന ജീവിതത്തിന് ശക്തി കൊടുത്തിരുന്നത് ഈ ദിവ്യകാരുണ്യമാണ്. വിശുദ്ധ പാദ്രോപ്പിയോ മണിക്കൂറുകൾ ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിൽ ചെലവഴിക്കുകയും വിശുദ്ധ കുർബാന മണിക്കൂറുകളെടുത്ത് ആസ്വദിക്കുകയും ചൊല്ലുകയും സ്വർഗത്തിൻ്റെ വിരുന്ന് അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. വിശുദ്ധ പാദ്രോപ്പിയെക്കുറിച്ച് പറയുന്നത് ദിവ്യകാരുണ്യത്തിൻ്റെ ഒരു മനുഷ്യനായിരുന്നു എന്നാണ് പറയുന്നത്. ദിവ്യകാരുണ്യത്തിൻ്റെ മനുഷ്യൻ, ദിവ്യകാരുണ്യ ഭക്തി അത്രയേ അധികമായി വിശുദ്ധ കുർബാനയെ സ്വീകരിക്കുകയും ആ വിരുന്ന് ഉണ്ണുവാനായിട്ടുള്ള സമയം അതിനൊരു തിരക്കൊന്നുമില്ല. വിശുദ്ധ കുർബാനയ്ക്ക് എത്ര സമയമായി എടുക്കുന്നത്? 4-5 മണിക്കൂറുകളൊക്കെ എടുത്ത് വിശുദ്ധ ബലി അർപ്പിച്ചിട്ടുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഈ 2 വിരുന്നും ദൈവം നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്നത് അവിടുത്തെ അറിഞ്ഞ് സ്നേഹിച്ച് അവിടുത്തെ രാജ്യത്തിൽ അവിടുത്തോടൊപ്പം ആയിരിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഓർക്കുകയാണ്, പനി പിടിച്ച് 10-12ഓളം ദിവസം ഞാൻ എൻ്റെ മുറിയിൽ തന്നെയായിരുന്നു. ദിവ്യകാരുണ്യം എനിക്ക് എൻ്റെ മുറിയിൽ കൊണ്ടുവന്ന് തരികയായിരുന്നു. പനി പിടിച്ച് ഒരു 4-ാം ദിവസമൊക്കെ ആയപ്പോഴേക്കും മെല്ലെ എനിക്ക് കട്ടിൽ നിന്ന് എഴുന്നേൽക്കാനൊക്കെയുള്ള ഒരു പ്രാപ്തി കിട്ടി. ആ ദിവസങ്ങളിൽ വിശുദ്ധ കുർബാന താഴെ ചൊല്ലുന്നത് എനിക്ക് മുറിയിലിരുന്നാൽ കേൾക്കാം. ഞാൻ വളരെ ഭക്തിയോടെ കട്ടിലിരുന്ന് വിശുദ്ധ ബലിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ കുർബാന സ്വീകരണ സമയമായി. വിശുദ്ധ കുർബാന സ്വീകരണത്തിനുള്ള ഗാനം പാടുന്നത് വളരെ ക്ലിയറായിട്ട് എനിക്ക് കേൾക്കാം. അപ്പം ഞാൻ ആ സമയത്ത് ആത്മന ഈശോയോട് പറഞ്ഞു, ഈശോയെ, ഈ സമയം നിന്നെ എല്ലാവരും ഉൾക്കൊള്ളുന്ന ഈ സമയം തന്നെ നീ എൻ്റെ ഹൃദയത്തിലും വരണമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തോരു ശക്തിയാണ് ആ സമയം ഞാൻ അനുഭവിച്ചതെന്ന് നിങ്ങൾക്കറിയോ? വളരെയേറെ ക്ഷീണതയായിരുന്ന ഞാൻ വളരെ ശക്തിയുള്ളവളായി മാറി. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച ആ നിമിഷം തന്നെ ദേഹമെല്ലാം ഇങ്ങനെ ചുമന്ന് പൊങ്ങി വന്ന ഒരു സൈസ് തക്കാളി പോലത്തെ തക്കാളിപ്പനി എന്നാണ് എന്നോട് പറഞ്ഞത്. അത്തരത്തിലുള്ളൊരു പനിയായിരുന്നു. പക്ഷേ എനിക്ക് ആ ദിവസം ആഗ്രഹത്തോടു കൂടിയുള്ള പ്രാർത്ഥനയുടെ സമയം കർത്താവിൻ്റെ ആരോഗ്യത്തെ എനിക്ക് വീണ്ടും തന്നു. വീണ്ടും അതിൻ്റെ വിശ്രമ ദിവസങ്ങൾ ചെലവഴിക്കേണ്ടതായിട്ട് വന്നു എങ്കിൽ പോലും കർത്താവിൻ്റെ ആരോഗ്യത്തെ എനിക്ക് തിരിച്ചു തന്നു.
പ്രിയ സഹോദരങ്ങളെ, അപ്പത്തിൻ്റെ വിരുന്ന് നമ്മൾ അനുഭവിക്കുമ്പോൾ സ്വർഗരാജ്യത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഈ മഹാവിരുന്നിലേക്ക് നമ്മളെ എല്ലാവരെയും ഈശോ വിളിക്കുന്നുണ്ട്. നമ്മുടെ മനോഭാവങ്ങളിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും മാറ്റം വരുത്തിക്കൊണ്ട് എല്ലാ മനുഷ്യരെയും എല്ലാ ബന്ധങ്ങളെയും നമ്മുടെ ഹൃദയങ്ങളിൽ കാത്തു സൂക്ഷിച്ച് ഈ വിരുന്നിൽ ദൈവരാജ്യത്തിൽ നമുക്ക് പങ്കാളികളാകണം. ദൈവരാജ്യത്തിലെത്തുമ്പോൾ നമ്മളെല്ലാവരും അവിടെ ഉണ്ടായിരിക്കണം. ഞാനും എൻ്റെ കുടുംബവും ഞാനും എൻ്റെ സമൂഹവും ആ മഹാവിരുന്നിന് നമുക്ക് എത്തപ്പെടണം. അങ്ങനെ സ്വർഗരാജ്യത്തിലെ ഈ ജീവിതം ഈ ഭൂമിയിൽ ധന്യമാക്കുവാൻ കിട്ടുന്ന അപ്പത്തിൻ്റെ മേശയും വചനത്തിൻ്റെ മേശയും ഒട്ടും പാഴാക്കാതെ ഉൾക്കൊള്ളുവാനും അനുഭവിക്കുവാനും കർത്താവായ ഈശോ നിങ്ങളെല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.